നമസ്തേ. യെസ്റ്റർഡേ നൈറ്റ് തോട്ട്സ് ഓഫ് യുവർ പേഴ്സൺ നമുക്ക് കിട്ടിയിരിക്കുന്നത് ദ ഹെർമിറ്റ് ആണ് കേട്ടോ. അതായത് അവർക്കൊരു മനസ്സുകൊണ്ട് കുറേ കാര്യങ്ങളെക്കുറിച്ചൊരു ക്ലിയറൻസ് കിട്ടുന്നു. അവരോട് തന്നെ കുറേ കാര്യങ്ങൾ ചോദിക്കേണ്ടതായി വന്ന ഒരു സിറ്റുവേഷൻസിലൂടെയാണ് അവരിപ്പോൾ കടന്നു പോകുന്നത്. അതായത് അവർക്ക് തന്നെ ഒരു തിരിച്ചറിവിലേക്ക് വരുന്നു. അവർക്ക് സംഭവിച്ച ഓരോ കാര്യങ്ങളെക്കുറിച്ചും അവർക്ക് വ്യക്തമായ ഒരു ധാരണ വരുന്നുണ്ട്. മാത്രവുമല്ല അവരുടെ ലൈഫിൽ അവർക്ക് അവരുടെ ഒരു സിറ്റുവേഷൻ അവരോട് തന്നെ എന്തൊക്കെയോ മിസ്റ്റേക്കുകൾ ചെയ്തു എന്നുള്ള ഒരു കുറ്റബോധം അവരുടെ ഉള്ളിൽ വളരെയധികം ശക്തമായിട്ടും കടന്നുകൂടിയിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. കാരണം സെൽഫ് എനർജി അവർക്ക് നഷ്ടപ്പെട്ടു പോയിരുന്നു. അവർക്കൊരു സെൽഫ് എനർജി ഇല്ലായിരുന്നു എന്നാണ് കാണാൻ പറ്റുന്നത്. അവർ പൂർണ്ണമായും സ്റ്റക്കായിരുന്നു എന്ന തിരിച്ചറിവും അവരിലേക്ക് വളരെ വ്യക്തമായിട്ടും വരുന്നുണ്ട്. അവർക്ക് നല്ല ഒരു തിരിച്ചറിവ് ഉണ്ടാകുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. സ്റ്റക്കായ അവസ്ഥയിൽ നിന്നും എല്ലാ കാര്യങ്ങൾക്കും അവർക്ക് നല്ലൊരു ക്ലാരിറ്റി വരുന്നുണ്ട്, ഒരു തിരിച്ചറിവ് വരുന്നുണ്ട്, ഒരു മാർഗം അവർക്ക് ഓപ്പണിംഗ് ആകുന്നു. അതായത് ഒരു തിരിച്ചറിവ്, ഇനി എന്ത് ചെയ്യണം എന്നുള്ള ഒരു മാർഗം അവരിലേക്ക് ഓപ്പണിംഗ് ആകുന്നു എന്നാണ് കാണുന്ന സോഴ്സുകളാണ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും അവർ പ്രവർത്തിക്കും, നല്ല രീതിയിൽ ബുദ്ധിപൂർവ്വം കാര്യങ്ങളെ കൈകാര്യം ചെയ്യണമെന്ന ഒരു തിരിച്ചറിവ്, അല്ലെങ്കിൽ അവർക്ക് നല്ലൊരു ബുദ്ധി വന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. അവരുടെ ഫ്യൂച്ചറിലേക്ക്, അവരുടെ ലൈഫിൽ എന്താണ് ഇനി അങ്ങോട്ടേക്ക് നേടേണ്ടത്, ആരിലാണ് കോൺസെൻട്രേഷൻ ചെയ്യേണ്ടത്, ഏത് സിറ്റുവേഷൻസിനെയാണ് കൺട്രോളിങ് ചെയ്യേണ്ടത്, എന്ത് കാര്യമാണ് ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള ഒരു തിരിച്ചറിവ് അവർക്ക് നല്ലതുപോലെ ഉണ്ടായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ അവർ ഒരുപാട് ആഴത്തിൽ ചിന്തിച്ചു എന്ന് തന്നെയാണ് കാണുന്നത്. ഒരു അൺകണ്ടീഷണൽ ലവ് എനർജിയിലേക്കാണ് അവർ പോരുന്നത് കേട്ടോ. അതായത് നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തിയെ, നിങ്ങളോടുള്ള ആ ഒരു തോട്ട്സ്, നിങ്ങളെക്കുറിച്ചുള്ള അവരുടെ ആ ഒരു തിരിച്ചറിവ് വളരെ ശക്തമായും അവരിൽ കണക്റ്റഡ് ആയിരിക്കുന്നു. കാരണം അവർ പൂർണ്ണമായും ശരിതെറ്റുകളെ മനസ്സിലാക്കുന്ന ഒരു എനർജിയിലേക്ക് വന്ന് നിൽക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. കൂടാതെ നിങ്ങളോട് അവർക്കൊരു അൺകണ്ടീഷണൽ ലവ് എനർജിയാണ് ഇപ്പോൾ ഉള്ളത്. കാരണം പൂർണ്ണമായും നിങ്ങളെ കണക്റ്റഡ് ആകണം. എനിക്ക് തോന്നുന്നു നിങ്ങളും അവരും തമ്മിലുള്ള ഒരു ബന്ധത്തിൽ ഒരു വിശ്വാസക്കേടോ മറ്റാരുടെയെങ്കിലും കൈകടത്തലുകളോ ആയിരുന്നു കാണാം ഈ ഒരു റിലേഷനെ കണക്റ്റ് ചെയ്യാതെ. അല്ലെങ്കിൽ നിങ്ങളെന്ന് പറയുന്ന രണ്ട് വ്യക്തികൾ അത്രയും കണക്റ്റഡ് ആയിട്ട് പോയ ബന്ധം, അതായത് പൂർണ്ണതയോടുകൂടി പോയ ബന്ധത്തിൽ ഒരു വിശ്വാസക്കേട് വന്നു എന്നൊരു എനർജിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. എന്താണെങ്കിലും അവരിപ്പോൾ ആ ഒരു തിരിച്ചറിവിൻ്റെ പാതയിലാണ്. ശരിതെറ്റുകളെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. സ്റ്റക്ക് എനർജിയിൽ നിന്നും അവർക്കൊരു പുതിയൊരു മാർഗം, ഒരു വഴി ഓപ്പണിംഗ് ആയി എന്ന് തന്നെയാണ് കാണുന്നത്. ബ്ലെസ്സിങ്സിൻ്റെ, അതായത് തിരിച്ചറിവിൻ്റെ ഒരു വഴിയിലേക്ക് വരുന്നുണ്ട്. ഒരു അൺകണ്ടീഷണൽ ലവ് നിങ്ങളോട് അവർക്കിപ്പം ഉണ്ട്.